പലയിടത്തും കോഴിക്കോട് വെള്ളക്കെട്ട് രൂക്ഷമാണ്. കുറ്റിക്കാട്ടൂരിൽ വെള്ളം കയറിയിട്ടുണ്ട്. അഞ്ജന സുകുമാരൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപുമൊന്നും ആ പ്രദേശം ഈ രീതിയിൽ ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴെങ്ങനെയാണോ ഒരവസ്ഥ? മഴയുണ്ടോ അതോ മഴയൊന്ന് മാറി നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് പൂജ? ഇപ്പോൾ ഈ സ്ഥലത്ത് മഴ പെയ്യുന്നില്ല. നേരത്തെ കാണിച്ചതുപോലെ തന്നെ കുറ്റിക്കാട്ടൂരാണ് ഞാൻ ഉള്ളത്. അവിടെ ശ്രീകൃഷ്ണ നഗറിലാണ്. ഇവിടെ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന രീതിയാണ്. നിലവിൽ മഴയില്ലെങ്കിൽ പോലും കൂടുതൽ വെള്ളം ഇവിടേക്ക് ഇങ്ങനെ കയറുകയാണ്. നേരത്തെ ഈങ്ങാപ്പുഴയിൽ നിന്നും ഒക്കെ ഇറങ്ങിയ വെള്ളമാണ് ഇത്തരത്തിൽ വീടുകളിലേക്ക് കയറുന്നത്. തൊട്ടപ്പുറത്തുള്ള തോടൊക്കെ കരകവിഞ്ഞിട്ടുണ്ട്, ചെറുപുഴ കരകവിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ വെള്ളം കയറുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെയുള്ള ഒരു സജി എന്ന് പറഞ്ഞ ചേട്ടന്റെ വീട്ടിലാണ്. ഇവിടെ നോക്കിയാൽ കാണാം വീടിനകത്തേക്ക് വെള്ളം കയറി. കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ മഴക്കാലത്ത് ഇത്തരത്തിൽ ഒരവസ്ഥ ഇവർ നേരിടേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോൾ കുറെ കാലത്തിന് ശേഷമാണ്. എടുത്തു പറയുകയാണെങ്കിൽ 2018 പ്രളയത്തിൽ ഇത്തരത്തിൽ ഇവർക്ക് വീട്ടിലേക്കൊക്കെ വെള്ളം കയറിയിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് ഒരു മഴക്കാലത്തും ഇവർക്ക് ഇത്തരത്തിൽ ഒരു അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോൾ വീടിനുള്ളിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഒരുപക്ഷെ മഴ ഇനിയും കനക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയിലാണല്ലേ ഇത്തരത്തിൽ വെള്ളം കയറിയത്? രാത്രി ഒരു 1.5 മണിക്ക് ശേഷം. അതുവരെ ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് ചെറുതായിട്ടേ ഉള്ളു. മഴ പെയ്യുമ്പോ മുൻകാലങ്ങളിലൊക്കെ മുറ്റത്തൊക്കെ വെള്ളം വരാറുണ്ടായിരിക്കും അല്ലെ? മുറ്റത്തൊക്കെ വെള്ളം വരാറുണ്ട്, പക്ഷെ ഉള്ളോട്ട് അങ്ങനെ കയറാറില്ല. 18 പ്രളയത്തിന് ശേഷം പിന്നീടാണോ ഇപ്പോൾ ഉള്ളോട്ട് കയറുകയാണെങ്കിലും ജസ്റ്റ് ഒരു വളരെ കുറച്ച് കയറി അന്നേരം തന്നെ അത് ഒഴിവാകാറുണ്ട്. പ്രാവശ്യം അത് ഉണ്ടായില്ല. ഇതിപ്പോ സ്ഥിരമായിട്ട് ഏതാനും മണിക്കൂറോളം ഇത്തരത്തിൽ വെള്ളം നിൽക്കുന്ന ഒരു രീതിയാണ്. അതാണ് 2-3 ദിവസമായാലും മഴ പെയ്തിട്ട്. അതാണ് കാരണം. ഇവിടെയുള്ള വെള്ളമല്ല വരുന്നത്, അവിടെ നിന്നുള്ള വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരുന്നതാണ്. ഈ മാമ്പുഴത്തോടൊക്കെ കരകവിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഉൾപ്പെടെ വെള്ളം കുത്തിയൊലിച്ച് വരികയാണ്. വെള്ളത്തിന്റെ റൂട്ട് ഇതാണ്. അതാണ്. നിങ്ങളിപ്പോ ഇന്നലെ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല? ഇല്ല, ഇന്ന് രാവിലെ വന്നത്. സാധനങ്ങളൊക്കെ ഒരുപാട് കേടുവന്നിട്ടുണ്ടോ? ഉണ്ട്, ഇനി മാറ്റി വെക്കണം. എല്ലാം കൂടി നൈറ്റിലേക്ക് വെക്കണം. തൊട്ടപ്പുറത്തുള്ള മറ്റു വീടുകളിലും ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള 2 വീടുകളിലൊക്കെ ഉണ്ട്. ആരെങ്കിലൊക്കെ മാറി താമസിച്ചിട്ടുണ്ടോ? മാറിയിട്ടൊന്നുമില്ല. എല്ലാരും പെട്ടെന്ന് ഒഴിവാകുന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. വീട്ടുപകരണങ്ങളൊക്കെ കേടുവന്നിട്ടുണ്ടോ? എടുത്തു വെക്കാൻ വേണ്ടി വന്നതായിരിക്കും. വേണ്ടി വന്നാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണോ? തിരിച്ചു പോവാ. എവിടേക്കാ ഇനി പോകുന്നത്? നമ്മൾ വേറെ വീടുണ്ട്, അവിടേക്ക് പോവാണ്. ബന്ധുവീടുകൾക്ക് ഉൾപ്പെടെ ഇവിടെയുള്ള ആളുകൾ മാറിപ്പോയിട്ടുണ്ടല്ലേ? ഉണ്ട്. ഈ മഴ ഒരുപക്ഷെ കൂടുകയാണെങ്കിൽ വലിയ പേടിയുണ്ടോ? കൂടുകയാണെങ്കിൽ എന്തായാലും പ്രളയത്തിന് എന്തായാലും ഇത് വന്നിരുന്നല്ലോ, അന്നേരം എല്ലാവർക്കും ആ ഒരു ഇതുണ്ട്. കൊണ്ട് മറ്റൊന്ന്, ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വൃത്തിയാക്കേണ്ട ഒരു ജോലിയുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, വേറെ ഒന്നുമില്ല. ഇഴജന്തുക്കൾ ഉൾപ്പെടെ വെള്ളത്തിൽ കയറി വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം അത്രയും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുക. എന്തായാലും അതൊക്കെ ഓർത്ത് വലിയ ഭീതിയിലാണ് ഇവരുള്ളത്. സമീപത്തെ വീടുകളിലേക്കൊക്കെ ഇത്തരത്തിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. മുറികളിലായാലും എല്ലായിടത്തും വെള്ളമാണ്. അലമാരകളിലൊക്കെ ഒരുപക്ഷെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അലമാര ഉൾപ്പെടെ അതിൻ്റെ അടിവശം ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു വെള്ളം കയറിയത്. ഇന്നലെ രാത്രിയിൽ ഇദ്ദേഹമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. രാവിലെ പിന്നെ വന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെള്ളം കയറിയത് അറിയുന്നത് പോലും. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് വെള്ളം ഇറങ്ങി പോകുമ്പോൾ വലിയ രീതിയിൽ ഇവിടെ വൃത്തിയാക്കേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ വലിയൊരു ആശങ്കയായി അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഒരുപക്ഷെ വരുന്ന സമയങ്ങളിൽ മഴ കനക്കുകയാണെങ്കിൽ, ഇപ്പോൾ മഴ ഇല്ലാതിരുന്നിട്ട് പോലും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ അത്രയും ശക്തിയിൽ മഴ പെയ്തിട്ടില്ല എങ്കിൽ പോലും ഈ ചെറുപുഴയും അതോടൊപ്പം തന്നെ മാമ്പുഴത്തോടും ഒക്കെ കര കവിഞ്ഞതോടു കൂടിയാണ് ഇവിടേക്ക് വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് വരുന്ന അവസ്ഥയുണ്ടായത്. ഏതായാലും സമീപത്തെ വീട്ടുകാരൊക്കെ ഇത്തരത്തിൽ ബന്ധു വീടുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ചിലർ ഇരുനില വീടുകളിൽ താമസിക്കുന്നവർ സാധനങ്ങളൊക്കെ മുകൾ നിലയിലേക്ക് എടുത്തു വെച്ച് സുരക്ഷിതമായി മുകൾ നിലയിൽ തന്നെ കഴിയുന്നവരുമുണ്ട്. പൂജ.